വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ലൈവിൽ ഇന്ന് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം നമ്മുടെ രേണു ചേച്ചിയുടെ ഭയങ്കര കരച്ചിലും ബഹളങ്ങളും ഒക്കെ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇഷ്യൂ എന്നാന്നുള്ളത് നമുക്ക് ജസ്റ്റ് അതിനകത്തെ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്ങിൻ്റെ ഭാഗം നമുക്ക് കണ്ടിട്ട് വരാം. എടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. അങ്ങനെയൊന്നുമില്ല. ചേച്ചി ശ്രദ്ധിച്ചോ, ഇപ്പൊ ജിസയില് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട് മുടിയിൽ. അവള് കുളിക്കുന്നുണ്ട്. അവള് കുളിക്കുന്ന ചേച്ചി തല കഴുകത്തില്ല. എന്നും കഴുകുന്നല്ല ഞാൻ പറഞ്ഞത്. ചേച്ചി എന്നും കഴുകുന്നുണ്ട്. തലവെള്ളി ഒരു ദിവസം മാക്സിമം ഒരാഴ്ച ചേച്ചി 2-3 ദിവസം തല കഴുകാൻ നോക്ക്. അപ്പൊ ഇവിടെ തന്ന ഷാമ്പൂ കൂടെ ഇടുമ്പോ പേനും പോവും ചേച്ചി. ഇങ്ങനെ എടുത്തു കളഞ്ഞാൽ എന്നോട് പറഞ്ഞില്ലല്ലോ. അതാണ് എനിക്ക് ഭയങ്കര, എന്നോട് ആരും പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ട്. നീ പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയാൻ ഞാൻ പറഞ്ഞേടി അത് പറയല്ലോ എന്ന് ഞാൻ. കാരണം നമ്മൾ കേട്ടല്ലോ, അനുമോള് രേണുവിൻ്റെ തലയിൽ നിന്ന്, അതായത് നെറ്റിയിൽ നിന്ന് പേനിനെ പിറക്കി കൊടുക്കുക എങ്ങാണ്ട് ചെയ്തു. അത് പബ്ലിക്കായിട്ട് ചോദിച്ചു എന്നുള്ളതിൻ്റെ പേരിലുള്ള കരച്ചിലും ബഹളവും ആണ് അവിടെ നടക്കുന്നത്. അപ്പം നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസിനോട് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുവാണ്, എനിക്ക് വീട്ടിൽ പോകണം, ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെന്നറിയില്ല. ഇപ്പം അവിടെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അനുമോളോട് അതുപോലെ എല്ലാവരും പറയുന്നുണ്ട്, ഇതിപ്പം ഡയറക്റ്റ് ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ബിഗ് ബോസിനോട് ഷാമ്പു എന്തെങ്കിലും കൊടുക്കാൻ ഒക്കെ പറഞ്ഞു. കാരണം അവരുടേതായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബിഗ് ബോസ് വെച്ചിരിക്കുവാണ്. ബിഗ് ബോസ് അതുപോലെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ഗെയിം കളിക്കാനുള്ളൊരു സ്പിരിറ്റിൽ ആരും അവരുടേതായ സാധനങ്ങളൊന്നും വാങ്ങിച്ചെടുക്കാനും ഒന്നും നോക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങളൊന്നും കിട്ടുന്നുമില്ല. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം അതുപോലെ അനുമോൾ അതിൻ്റെ അകത്ത് തന്നെ വേറെ പറയുന്നുണ്ട്, ജിസയിലും ഇതുപോലെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്, നമുക്കിവിടെ തന്നിരിക്കുന്ന ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് ചേച്ചി ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും തല കഴുകൂ എന്നൊക്കെ പറയുന്നുണ്ട്. ജിസയിലിൻ്റെയും തലയിൽ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് അവൾ അത് തലമുടി കഴുകുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്കിനും പറയുന്നുണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മുടെ ശാരിക കെബിയും നമ്മുടെ രേണു സുധിയും കൂടെ ഒരു ക്യാമറയുടെ മുമ്പിൽ പോയി നിന്നുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് ജസ്റ്റ് കേട്ടിട്ട് വരാം. എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ നേരത്തെ പറയാമെന്ന് ഞാൻ ശ്രദ്ധിച്ചാൽ എനിക്കിങ്ങനെ ചീകി ഇതൊന്നും കളയാൻ എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ടൊന്നും പറ്റുന്നില്ല. അപ്പം എനിക്ക് നാട്ടിൽ തന്നെ പോകണം, എന്നാൽ അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും പ്രശ്നമാകും. പേനിന്റെ കാര്യം അത് അവരുടെ പറഞ്ഞിട്ടുണ്ട്. അവർ ഓൾറെഡി തല നനയ്ക്കാൻ എനിക്ക് അതുകൊണ്ട് മുടിയുടെ കാര്യം പറയേണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. പബ്ലിക്കായിട്ട് അത് പറഞ്ഞു, ഇവിടെയല്ല ഇരിക്കുന്നെന്ന് പറഞ്ഞു. അത് എടുത്ത് അത് എന്റെ കുറ്റമല്ല, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത്. എന്നെ നാട്ടിൽ വിടാൻ പ്രത്യേകിച്ച് എനിക്ക് ഇവിടുന്ന് പോകണം. വേറൊന്നും എനിക്ക് പോകണം. കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് ആർക്കും ഒരു പറ്റില്ല. അപ്പൊ അതിൻ്റെ അകത്ത് പുള്ളിക്കാർ പറയുന്നുണ്ട്, പുള്ളിക്കാരിക്ക് ഇനി വീട്ടിൽ പോയാൽ മതി, ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ പുള്ളിക്കാരിയുടെ തലയിലുള്ള പെയിൻറ് ഇത് പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവുമാണ്. അപ്പം എല്ലാവരും കൂടെ ആശ്വസിപ്പിച്ച് ഇപ്പം പുള്ളിക്കാരീനെ റൂമിൽ പോയി ഇരിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിയെ വിടുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് നേരം പോയി അവിടെ ഇരിക്കണം, എൻ്റെ ഈ പ്രശ്നം കാരണം ബാക്കി എല്ലാവരുടെയും ഹൈജീൻ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ ഭയങ്കര കരച്ചിലാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അറിയത്തില്ല. ഇതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ബിഗ് ബോസ് അവർക്ക് അവരുടേതായ സാധനങ്ങളൊക്കെ കൊടുക്കുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ചിലപ്പോഴാണ് ബിഗ് ബോസിനൊരു മനംമാറ്റം തോന്നാം. എനിക്ക് തോന്നുന്നു അവരുടെ പേഴ്സണൽ തിങ്സ്, അതായത് അവരുടെ ഒരു ഹൈജീനിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇന്നലെ അതുപോലെ അനുമോള് പോയിട്ട് ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ തലയിൽ കെട്ടാനൊരു ബണ്ണെങ്കിലും തരണം എന്ന്, ബണ്ണ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ പോയി പറയുന്നുണ്ട്. കാരണം പുള്ളിക്കാർ പറഞ്ഞത് ശരിയാണ്, എല്ലാവർക്കും അത്യാവശ്യം മുടിയുള്ള ആളുകളാണ്. ഒരു മുടിയലിടാൻ ഒരു എന്താ പറയുക, ഒരു ബണ്ണ് പോലും ഇല്ലാതെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് വഴിച്ചിട്ടുകൊണ്ട് ഫുഡൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് ആ മുടിയും സാധനങ്ങളും ഒക്കെ ചെന്ന് അവരുടെ ഫുഡിൻ്റെ അകത്തൊക്കെ വീഴും. നമ്മളാണെങ്കിൽ അല്ല, നമ്മളൊക്കെ കിച്ചണിൽ കയറുന്ന സമയത്ത് പോലും നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യങ്ങളുണ്ട്. അപ്പം അതെങ്കിലും തരണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനുമോള് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടായതുകൊണ്ട് ചിലപ്പം ബിഗ് ബോസ് അവരുടെ പേഴ്സണൽ ഹൈജീനിന് വേണ്ട കുറച്ച് കാര്യങ്ങളെങ്കിലും അവർക്ക് കൊടുക്കുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.